സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 ടാൻസാനിയൻ പൗരന്മാർ കൊക്കൈനുമായി പിടിയിലായ വാർത്തയാണ്. ഈ കേസിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ്, അതായത് ഒരാഴ്ച മുൻപാണ് ഒരു യുവതിയടക്കം 2 പേരെ പോലീസ് പിടികൂടുന്നത്. കൃത്യമായും പരിശോധനയ്ക്ക് വിധേയമാക്കി സ്കാനിങ്ങിലൂടെ ഇവരുടെ വയറ്റിൽ ക്യാപ്സൂളുകളായിട്ടുള്ള കൊക്കൈനുകളുണ്ടെന്ന് സ്കാനിങ്ങിൽ മനസ്സിലാക്കി. പിന്നീട് കൃത്യമായ ചികിത്സ നൽകി. അങ്ങനെ ആണ് ഈ ക്യാപ്സൂളുകൾ പുറത്തെത്തിച്ചത്. വീണ്ടും ഈ യുവതിയുടെ വയറ്റിൽ നിന്നും ക്യാപ്സൂളുകൾ പുറത്തെടുത്തിട്ടുണ്ട്. ഏകദേശം 4 കിലോയോളം കൊക്കൈനാണ് ഇവർ ഇങ്ങനെ രഹസ്യമായി എത്തിച്ചത്. ഇവിടെ കേരളത്തിലേക്ക് കടത്തിയതെന്ന വിവരങ്ങളും പോലീസ് പുറത്തുവിടുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഈ ടാൻസാനിയൻ പൗരന്റെ വയറ്റിലുണ്ടായിരുന്ന ക്യാപ്സൂളുകൾ, കൊക്കൈൻ അടങ്ങിയ ക്യാപ്സൂളുകൾ പുറത്തെത്തിച്ചിരുന്നു. ഇപ്പോൾ യുവതിയിൽ നിന്നും പൂർണ്ണമായും പുറത്തെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. നമ്മൾ ഇന്നലെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. മെക്സിക്കൻ ലഹരി സംഘത്തിന് ഈ ലഹരിക്കടത്തിൽ, ഈ കൊക്കൈൻ കടത്തിൽ പങ്കുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ലഹരിക്കടത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് പരിശോധിക്കേണ്ടത്. കാരണം പല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഹരി കടത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള രീതിയിൽ ഒരു ക്യാപ്സൂൾ ഒന്ന് വയറിനുള്ളിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അങ്ങനെ ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് 30 കോടി രൂപയോളം വില മതിക്കുന്ന കൊക്കൈൻ ഇവിടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു കേട്ടുകേൾവി മാത്രമാണ്. ഇതിനു മുൻപും ഈ രീതിയിൽ ഈ സംഘം ലഹരി എത്തിച്ചിരിക്കണം. നിലവിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രതികൾ നൽകുന്നത്? ടോം, വെറോണിക്ക അഡ്രേഹലം നിഡുങ്കുരു എന്ന് പറയുന്ന എത്യോപ്യൻ സ്ത്രീയാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളവർ. ആൾറെഡി അവർ രോഗബാധിതയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വയറ്റിൽ നിന്നും വിഴുങ്ങിയ ഗുളികകൾ പുറത്തെടുക്കുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾ നൽകി വയറിളക്കിയാണ് ഗുളികകൾ പുറത്തെടുക്കുന്നത്. ഇന്നുകൂടി 2 ഗുളികകൾ പുറത്തെടുത്തു. ഇതോടെ 2 കിലോയോളം ഗുളികകളാണ് ഇവർ മാത്രം വിഴുങ്ങിയത്. ഈ 2 പൗരന്മാരിൽ നിന്നുമായിട്ട് 4 കിലോയോളം ഈ പറയുന്ന കൊക്കൈൻ ഗുളികകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറെ കാലമായി ഈ ഒരു ഇത് തന്നെ, അതായത് ഈ പറഞ്ഞ എത്യോപ്യയിൽ നിന്നും അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്നുമൊക്കെ ഈ ഇങ്ങനെ ലഹരി കടത്ത് നടക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് തന്നെ നിരന്തരം നെടുമ്പാശ്ശേരിയിൽ തന്നെ ഈ കോടിക്കണക്കിന് രൂപയുടെ കൊക്കൈൻ പിടികൂടിയ സാഹചര്യമുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും കഴിഞ്ഞ ഈ ഞായറാഴ്ചയാണ് ഈ 2 പേരെയും DRI പിടികൂടിയത്. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം 2 പേരെ പിടികൂടി. ആദ്യത്തെ ആൾ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്ന് 2 കിലോയോളം കൊക്കൈൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഈ വെറോണിക്കയാണ് രോഗബാധിതയായതിനെ തുടർന്ന് അവരുടെ വയറ്റിൽ നിന്നുമാണ് കണ്ടെത്താൻ ഗുളികകൾ എത്തിക്കാൻ കാലതാമസം നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനുള്ള ഇനിയും ഉണ്ടോ എന്നുള്ള പരിശോധനയിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പൂർണ്ണമായും ഈ കൊക്കൈൻ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ക്യാപ്സൂളുകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്നത് 30 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈനാണ് പിടിച്ചെടുത്തതെന്നാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി അതിനും കൂടുതലാണ്. ഏകദേശം വിപണിയിലെ മൂല്യം അനുസരിച്ച് എത്ര കോടി രൂപയുടെ കൊക്കൈൻ പിടിച്ചെടുത്തുവെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ, NRI നൽകുന്ന വിവരങ്ങൾ? ടോം, 200 ഗുളികകളാണ് ഒരാളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള. അങ്ങനെ 4 കിലോയോളം കൊക്കൈൻ വിഴുങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം 40 കോടിക്ക് അടുത്ത് വില വരുന്ന കൊക്കൈനാണ് കണ്ടെത്തിയിട്ടുള്ളതാണെന്നാണ് DRIയുടെ വിശദീകരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ 7 വർഷത്തിനിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെ കൊക്കൈൻ പിടികൂടിയ അത് 100 കോടിയിലധികം രൂപയുടെ കൊക്കൈൻ പിടികൂടിയിട്ടുണ്ട്. 2017 മുതൽ ഇങ്ങോട്ടുള്ള കണക്കാണ് ഈ 100 കോടിയുടേതെന്ന്
DRI തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പലതും വിദേശ പൗരന്മാരാണ്. 100 ഗുളികകൾ വിഴുങ്ങിയ ഒരാളെ കണ്ടെത്തിയതായിരുന്നു ഇതിനു മുൻപത്തെ ഏറ്റവും വലിയ കൊക്കൈൻ ശേഖരം കണ്ടെത്തിയത്. 100 ഗുളികകളായിരുന്നു. എന്നാൽ ഇവർ വിഴുങ്ങിയത് 200 ഗുളികകളാണ്. 2 പേരിൽ നിന്ന് 4 കിലോയോളം വരുന്ന കൊക്കൈൻ ശേഖരമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മലയാളികളുമായി, അതായത് അമേരിക്കൻ മലയാളി വിദേശ ബന്ധമുള്ള അമേരിക്കൻ മലയാളികളെ ചുറ്റിപ്പറ്റി കൂടി ഈ ഒരു അന്വേഷണം നീളുമെന്ന് DRI അറിയിച്ചിരുന്നു. എന്തായാലും ഈ വെറോണിക്ക ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ്. അതിനുശേഷം അവരെ ആരോഗ്യാവസ്ഥയിലെത്തിയ ശേഷം മാത്രമേ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. DRIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള രഹസ്യ തുരങ്കം ഉൾപ്പെടെയുള്ള അങ്ങനെ ലഹരിക്കടത്താളെ രഹസ്യ തുരങ്കം ഉൾപ്പെടെയുള്ള കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ മലയാളികളെ ബന്ധപ്പെട്ടും ഇത്തരം പരിശോധനകൾ സംശയമുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ പരിശോധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത്ര വലിയ തുകയുടെ വിലമതിക്കുന്ന തുകയുടെ ലഹരി ശേഖരം കണ്ടെത്തിയതോടുകൂടി ഒരുപക്ഷെ അത്തരത്തിലൂടെ അന്വേഷണം നീളാനാണ് സാധ്യത. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് റവന്യൂ ഇന്റലിജൻസിന്റെ പരിശോധനയിൽ 30 കോടി രൂപയിലധികം വിലമതിക്കുന്ന കൊക്കൈനുമായി 2 വിദേശികൾ പിടിയിലായത്. ഇവർക്ക് ഈ പിടിയിലായ സംഘത്തിന് മെക്സിക്കൻ ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നാണ് DRI നൽകുന്ന വിവരങ്ങൾ.